ഇത് തനി നാടൻ വരിക്കച്ചക്കയാണ്. ഇത് ഞാൻ 9 വർഷമായി വാങ്ങിച്ചിട്ട് 4 വർഷമായപ്പോൾ ഇത് കായ്ച്ചു. ഇത് പ്രത്യേകിച്ച് വളരെ നല്ല നമ്മൾ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സാധാരണ നാടൻ വരിക്കച്ചക്ക ആയതുകൊണ്ട് ഇതിൻ്റെ ആ പ്രത്യേകമായ രുചിയും ഇതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കി അതിൻ്റെ തൈകളെടുത്ത് നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ബഡ് തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അങ്ങനെ ഈ നാടൻ വരിക്കച്ചക്ക ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ ചക്ക വേവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പല പ്രാവശ്യം വേവിച്ചിട്ടുണ്ട്. അതേപോലെ പലർക്കും കൊടുത്ത് വേവിക്കാനും അല്ലാതെ പഴുപ്പിച്ചുമൊക്കെ വേവിച്ചു. ഉണക്കച്ചീനി വേവിച്ച ഒരു പ്രതീതിയാണ്. വളരെ ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കട്ടിയാണ്. ചില ചക്കയൊക്കെ അങ്ങനെ ഒത്തിരി വെള്ളം ഒഴിക്കുന്നതാണെന്ന് അറിയത്തില്ല. ഇതിന് വെള്ളമെന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണ ഉപയോഗിക്കത്തുള്ളൂ. എങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ നല്ല കട്ടിയായിട്ട് പിറ്റേന്ന് ഞങ്ങളെടുത്തു. ഒരു കേടും കൂടാതെ ആദ്യം വരുന്ന ചക്ക പിറ്റേന്ന് നമ്മൾ കഴിച്ചിട്ട് ഈ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തടവെടുത്ത് നമ്മൾ അതിനുള്ള വളം നമ്മൾ ചെയ്ത് പ്രധാനപ്പെട്ട അന്ന് ചെയ്തത് എല്ലുപൊടി, അതേപോലെ വളർന്ന് വരുന്ന അനുസരിച്ച് നമ്മൾ കോഴിക്കാഷ്ടം, അങ്ങനെ നമ്മൾ ഇവിടെ ഓർഗാനിക്കായിട്ടുള്ള പല വളങ്ങൾ നമ്മൾ ഇട്ടു. വെള്ളം പിന്നെ സീസൺ കൂടെ കൊടുക്കുക, വേനൽക്കാലത്തൊക്കെ വെള്ളം കൊടുക്കുക, മണ്ണ് അടുപ്പിച്ചിടുക, അങ്ങനെ നമ്മൾ പരിചരണം കൊടുക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ വേര് നമ്മൾ വെട്ടുകയോ കിളയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേ ആ വേരിന് എന്തെങ്കിലും വെട്ടുകൊള്ളുകയോ ക്ഷതം സംഭവിക്കുകയോ ചെയ്താൽ നമ്മളാരും അത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ആ വേര് കൊണ്ട് അതിൽ നിന്ന് കറയൊലിച്ച് അത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ഈ പ്ലാവിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു മുറിവുണ്ടാകുന്നത് പോലെ നമ്മൾ ആ വെട്ടുകൊണ്ട ഭാഗം നമ്മൾ മനസ്സിലാക്കി അവിടെ ബോർഡോ മിശ്രിതം ഉപയോഗിച്ച് നമ്മളതിനെ കഴുകി നീറ്റാക്കി പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ജസ്റ്റ് പൊതിഞ്ഞ് വീണ്ടും അത് വലിയ ഒരു കേടിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷനൊക്കെ ശരിയായിട്ട് നടക്കും. നമ്മുടെ സ്റ്റൂളൊക്കെ പോകാനും വയറിന് ഒരു ഇത് കിട്ടാനും മലബന്ധം ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഔഷധം ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അത് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ കഴിച്ചാൽ പ്രശ്നമുണ്ടോ, വയറുണോ, ഗ്യാസ് കയറുമോ, ഇതെല്ലാം നമ്മൾ ഗ്യാസ് ഒരിക്കലും കയറത്തില്ല. ആ തവിട് നിറത്തിലുള്ള പാട കളയരുത്.